കൊല്ലത്ത് 13 വയസ്സുകാരിയെ കാണാതായതായി പരാതി. കുന്നിക്കോട് സ്വദേശിനി ഫാത്തിമയാണ് കാണാതായത്. പെൺകുട്ടി മിഠായി വാങ്ങാനായി കടയിൽ പോയതിനു ശേഷം മടങ്ങിയെത്തിയിട്ടില്ല എന്നതാണ് പരാതി. കുന്നിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമ്മ വഴക്കു പറഞ്ഞതിന്റെ വിഷമത്തിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതാണ് ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ. രാജ്കുമാർ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. രാജ്കുമാർ, എപ്പോഴാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്? ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത് എങ്ങനെയാണ്? ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ കുട്ടി കുട്ടിയുടെ അമ്മ വീട്ടിലില്ലാത്ത സമയമായിരുന്നു. മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശിയോട് മിഠായി വാങ്ങാൻ പോയി വരാം എന്ന് പറഞ്ഞു എന്നാണ് ഒരു ബന്ധുക്കൾ പറയുന്നത്. അതേസമയം ചില ബന്ധുക്കൾ പറയുന്നു മുത്തശ്ശി കണ്ടിട്ട് പോലുമില്ല എന്ന്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും കുട്ടി ആരുമില്ലാതെ ശ്രദ്ധിക്കാത്ത സമയത്ത് ഇറങ്ങിപ്പോവുകയും പിന്നീട് 4:40 ഈ കുട്ടിയുടെ വീടിന്റെ അയൽവാസിയായ ഒരു നിയമ വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് വിളിച്ചിട്ട് ഞാനിങ്ങനെ ഫാത്തിമയാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്റെ ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞു, എനിക്ക് നല്ല സങ്കടമുണ്ട്, എന്നെ അവിടെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ച ശേഷം പെടുന്നതിനെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ വിവരം അറിഞ്ഞ് ഈ നിയമ വിദ്യാർത്ഥി കുട്ടിയുടെ ബന്ധുവായ സഹോദരനെ വിളിച്ച് വിവരം അറിയിച്ചു. അങ്ങനെയാണ് വീട്ടുകാരത് അറിയുന്നത്. പിന്നീട് അവര് കൊല്ലൂരിൽ കൊറിയർ സർവീസിൽ ജോലി ചെയ്യുന്ന ഷാജിദ, ഫാത്തിമയുടെ ഉമ്മയെ വിവരം അറിയിച്ചു. അവര് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നീട് ബന്ധുക്കളെല്ലാം ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചതും പിന്നീട് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതും. ഇവരുടെ പരാതിയും മൊഴിയുടെ അനുസരിച്ച് കുന്നിക്കോട് പോലീസ് അപ്പോൾ തന്നെ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചു. ഇതില് പോലീസും അതുപോലെ കൊല്ലം എസ് എൻ കോളേജിലെ SFI വിദ്യാർത്ഥികളും ചേർന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുഴുവനും റെയിൽവേ സ്റ്റേഷനിലെ ഒരു യാത്രക്കാരൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽപ്പുണ്ടായിരുന്നു. ആ യാത്രക്കാരന്റെ ഫോണിൽ നിന്നാണ് ഈ കുട്ടി ഈ നിയമ വിദ്യാർത്ഥിയെ വിളിക്കുകയും തന്റെ ഈ പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തത്. അത് പ്രകാരം റെയിൽവേ സ്റ്റേഷൻ മുഴുവനും തെരച്ചിൽ നടത്തി. 4:40 ശേഷം കൊല്ലത്ത് നിന്ന് വിവിധ ദിശയിലേക്ക് പോയിട്ടുള്ള ട്രെയിനുകളിൽ റെയിൽവേ പോലീസ് പരിശോധന നടത്തി. പക്ഷെ കുട്ടിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ 18 മണിക്കൂർ പിന്നിടുകയാണ്. ശരി രാജ്കുമാർ, 18 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. കുട്ടിയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് കുന്നിക്കോട് പോലീസ് ഇപ്പോൾ ഉള്ളത്. വീട്ടിൽ നിന്ന് 13 വയസ്സുകാരി വീട്ടുകാർ വഴക്ക് പറഞ്ഞതിന്റെ വിഷമത്തിൽ ഇറങ്ങിപ്പോയി എന്നതാണ് ഇപ്പോൾ പരാതിയായി വരുന്നത്. എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് അതിശയവും അത്ഭുതവും ഒക്കെ തോന്നുന്ന ഘട്ടമാണ്. എന്തായാലും ആ കുട്ടി സുരക്ഷിതയായി തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.